എവിടെ പോയി എന്നോട്ട് അറിയത്തുമില്ല. നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? ആരോട് പോയി ചോദിക്കാനാ? നേരം അത്രയ്ക്കൊന്നും വൈകിട്ടൊന്നുമില്ലല്ലോ. നിത്യ ഇങ്ങ് വരും. എനിക്ക് പേടിയായിട്ട് വയ്യ. എന്തിന്? വേറെ ആരെയല്ല, നിന്നെ തന്നെ എനിക്ക് പേടി. അതിന് ഞാൻ എന്ത് ചെയ്തു? കൊള്ളാം. നിത്യ എങ്ങോട്ടെങ്കിലും പോന്ന് എന്നോട് ചോദിച്ചിട്ടാണ്. ഞാൻ ഒരു വഴിക്ക് പോയി, അവള് വേറൊരു വഴിക്ക് പോയി. ഞാൻ തിരിച്ചെത്തി, അവള് വന്നില്ല. അത് എന്റെ കുറ്റം കൊണ്ടാണ്. അവക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നുള്ള പേടിയാ ഇവക്ക്. സംഭവിക്കണമെന്നായിരിക്കും മനസ്സിൽ. ദയവ് ചെയ്ത് അമ്മ ഇപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള വർത്തമാനം പറയരുത്. നിലത്തെറ്റി നിൽക്കുവോ ഞാൻ? നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, വഴി ഉണ്ടാക്കാമെന്ന്. ഞാനേ അവളുടെ ഫോണിലേക്കൊന്ന് വിളിക്കട്ടെ. കോള് പോകുന്നില്ല. ഇതുകൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കാണോന്ന് ഞാൻ പേടിക്കുന്നേ. എവിടെ പോയാലും രാത്രിക്ക് മുമ്പ് വീട്ടിലെത്തുന്ന കുട്ടിയാ. ഇതിലെന്തോ കളിയുണ്ടല്ലോ. സത്യം പറ, നിങ്ങൾ തന്നെയല്ലേ അവളെ പറഞ്ഞയച്ചത്? എങ്ങോട്ട്? അത് എനിക്ക് എങ്ങനെ അറിയാം? അമ്മേ, ഇവരെ സൂക്ഷിച്ചോ. കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റാത്തവരാ. നല്ല അഭിനയശേഷി ഉള്ളതുകൊണ്ട് ഉള്ളി ചിരിച്ചിട്ട് പുറമേ കരയും. ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ തല്ലു മേടിക്കാൻ നീ പറഞ്ഞേക്കാം. ശരി ശരി, ഞാനൊന്നും പറയുന്നില്ല. അവള് വന്നോളും. വരാതെ എവിടെ പോവാനാ? ഒന്ന് തന്നെ. മറ്റേ സ്വർണ്ണ ഉടനെ തന്നെ ശരിയാവും. ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാനേ അവരെ ഒന്ന് ഉപദേശിച്ച. നിത്യ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ അമ്മേ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടാൻ. എന്താ എന്താ പറ്റിയ? എന്താ എന്താന്ന് അച്ഛാ? എന്താ അച്ഛാ? അച്ഛൻ എന്താ പറയണേ? അച്ഛാ, എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. നിത്യ അച്ഛാ, നിത്യമോള് വന്നിട്ടില്ല. അച്ഛൻ വിഷമിക്കണ്ട, അവള് വരും. കൂട്ടുകാരെ കാണാൻ പോയിരിക്കല്ലേ, അവള് വന്നോളും. എന്താ അച്ഛാ? ശരത്താണോ? ആ, അവനിവിടെ ഉണ്ട്. അവൻ തിരിച്ചെത്തിയതൊരാശ്വാസം. അപ്പൊ അവരെ തമ്മിൽ കണ്ടിട്ടില്ല നമുക്ക് ഉറപ്പിക്കാമല്ലോ. അച്ഛൻ എന്താ പറയാനുള്ളത്? അച്ഛൻ പറയാൻ നോക്ക്. അച്ഛനെ കൊണ്ട് പറ്റും. ഒന്ന് ട്രൈ ചെയ്. ശ്രമിക്കച്ച. അച്ഛ വിഷമിക്കല്ലേ അച്ഛ, അവൾ ഉടനെത്തും. അച്ഛ
കരയല്ലേ അച്ഛ, ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അവൾ വന്നോളൂ.